കിനാക്കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. കിനാക്കൂടുമായി മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ. തളരുന്ന നേരം കരുത്തേകുവാൻ ആദയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം. ആത്മയുഗത്തിൻ കൃപയായൊഴുകും. അൾത്താരയിൽ മുറിഞ്ഞു പകരും. ആത്മയുഗത്തിൻ കൃപയായൊഴുകും. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.
പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവരാജ്യത്തിൻ്റെ മക്കളുടെ പദവിയിലേക്ക് ഉയർത്താൻ തക്കവണ്ണം വചനത്തിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്താണ് തിരഞ്ഞെടുപ്പെന്നും എന്താണ് തിരഞ്ഞെടുക്കേണ്ടതെന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സഹോദരങ്ങൾക്ക് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തി നൽകുന്ന സമയമാണിത്. ഞങ്ങൾ ഈ സമയം ചിലവഴിക്കുമ്പോൾ, ഞങ്ങൾ വചനത്തിന് മുമ്പിലിരിക്കുമ്പോൾ വചനമാവുന്ന അഗ്നിയാൽ ഞങ്ങളെ കത്തിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം അത് കൂടമാണെന്ന് പ്രവാചകൻ നമ്മളോട് പറയുന്നുണ്ട്. അതെത്ര കാഠിന്യമേറിയ പാറയും തല്ലിപ്പൊട്ടിക്കാൻ ഉപയുക്തമാകുന്ന ഒരു കൂടമാണ് ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ജീവിതത്തിലെ എത്ര കാഠിന്യമേറിയ ജീവിത പ്രശ്നങ്ങളെയും തകർത്ത് കളഞ്ഞ് നിൻ്റെ ജീവിതത്തിന് വിജയം നൽകുന്ന കർത്താവിൻ്റെ വചനത്തെ സ്വീകരിക്കാൻ ഒരുങ്ങാം. ആയതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ പഠിപ്പിക്കണമേ, വചനത്തിന് ഉൾക്കാമ്പ് മനസ്സിലാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്ന തിരുവചന ഭാഗം 1 സങ്കീർത്തനം 1 തുടങ്ങി 6 വരെയുള്ള തിരുവചനങ്ങളാണ്. അവിടെ സങ്കീർത്തകൻ ഇങ്ങനെയാണ് പറയുന്നത്: ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴികളിൽ വ്യാപരിക്കുകയോ പരിഹാസരുടെ പീഠത്തിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും. പ്രിയമുള്ളവരെ, തുടർന്ന് പറയുന്ന വചനം ഇതാണ്: ദുഷ്ടൻ അങ്ങനെയല്ല, കാറ്റ് പറത്തുന്ന പതിര് പോലെയാണവൻ. ദുഷ്ടർക്ക് ന്യായവിധിയെ ചേർത്ത് നിൽക്കാൻ പറ്റത്തില്ല. ദുഷ്ടർക്ക് നീതിമാന്മാരുടെ ഇടയിൽ പിടിച്ചു നിൽക്കുക സാധ്യമല്ല. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം നമ്മളോട് വെക്കുന്ന 2 വഴികളെക്കുറിച്ചാണ് ഈ തിരുവചനത്തിൽ പറയുന്നത്. ദൈവം മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ദൈവം നമുക്ക് തന്ന സ്വാതന്ത്ര്യമാണ് പ്രിയമുള്ളവരെ നമുക്ക് ഏറ്റവും വലുത്. ദൈവം നമുക്ക് സ്വാതന്ത്ര്യം നൽകുമ്പോൾ നമുക്കറിയാം, നമ്മെ കൂടാതെ സൃഷ്ടിച്ച നമ്മുടെ ദൈവം, നമ്മളെ അനുവാദം കൂടാതെ നമ്മളെ സൃഷ്ടിച്ച ദൈവം ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചു വളർന്നു വരുമ്പോൾ കർത്താവിൻ്റെ വഴിയാണോ നീ തിരഞ്ഞെടുത്തിരിക്കുന്നത്? അതോ നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ മറന്ന് നിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകുന്ന വ്യക്തിയുടെ വഴികളാണോ നീ തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഈ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ആത്മപരിശോധനയ്ക്ക് നമ്മളെ വിധേയമാക്കുന്നത് നല്ലതായിരിക്കും. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴികളിൽ വ്യാപരിക്കുകയോ പരിഹാസരുടെ പീഠത്തിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഞാനിത് പറയുമ്പോൾ മറ്റൊരു തരത്തിലേക്ക് ഞാനൊന്ന് പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ലോകത്തിൽ ഇന്ന് ഭാഗ്യവാന്മാരുടെ ഗണത്തിൽപ്പെടാനായിട്ട് അനേകർ പരക്കം പായുകയാണ്. ഞാൻ ഭാഗ്യവാനാണെന്ന് കേൾക്കാൻ ഇന്ന് ഒത്തിരിയേറെ മാനവ ഹൃദയങ്ങൾ വെമ്പൽ കൊള്ളുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളിന്ന് വളരുന്നത്. ഒരു ലോകത്തിലാണ് നമ്മളിന്ന് വളരുന്നത്. എങ്ങനെയെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു ഭാഗ്യവാനാണ്, ഞാനൊരു നല്ലവനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ എന്തെല്ലാം പണി കാണിക്കാമോ അതെല്ലാം ചെയ്യുന്ന സമയമാണിപ്പോൾ. പ്രിയമുള്ളവരെ, എന്നാൽ ദൈവവചനം നമ്മൾ പറയുന്നത് എന്താണ്? ഭാഗ്യവാനാരാണ്? ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാത്തവനാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഈ ലോകം ദുഷ്ടതയുടെ ഒരു കൂമ്പാരമാണ്. ദൈവത്തിൻ്റെ വചനം ഇന്ന് ജീവിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, ദുഷ്ടരുടെ ഉപദേശമാണ് സ്വീകരിക്കുന്നത്.
നമുക്കറിയാം, ഒരു യുവാവ് ഏതെങ്കിലും ഒരു തിന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ യുവാവിൻ്റെ അടുത്ത് ചെന്ന് ഒരു പ്രായമുള്ള മനുഷ്യൻ അല്ല ഒരു ഗുരുഭൂതൻ ചെന്ന് പറയാം, മോനെ ഇത് ചെയ്യരുത് നീ എന്ന് പറഞ്ഞാൽ അവൻ അത് കേൾക്കുമോ? ഇനി അവൻ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മോനെ ഞാനും കൂടെ കൂടാം, വേറൊരു തലത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാം, അതിൽ കുറച്ചുകൂടി ആഴപ്പെട്ട വൃത്തികേടിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരിൽ ആര് പറയുന്നതാണ് അവൻ സ്വീകരിക്കുന്നത്? പ്രിയമുള്ളവരെ, എൻ്റെ ഇപ്പോഴത്തെ ബോധ്യമനുസരിച്ച്, ഇപ്പോഴത്തെ ഈ ലോകത്തിൻ്റെ പോക്കനുസരിച്ച് എനിക്ക് മനസ്സിലാകുന്നത് രണ്ടാമത് പറഞ്ഞ ആളുടെ കൂടെ അവൻ ചേരാൻ സാധ്യതയുള്ളൂ. ആദ്യം പറഞ്ഞവൻ അവന് വലിയ വിഷമമുണ്ടാക്കിയവനായി മാറും. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞവനെ ഒരിക്കലും അവന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, സ്വീകരിക്കാൻ പറ്റാത്തവനായി മാറും അവൻ. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഈ 3 തിരുവചനങ്ങൾ മാത്രം എടുത്താൽ മണിക്കൂറുകൾ നമുക്ക് പറയാൻ പറ്റും. ഈ 1 സങ്കീർത്തനം 1 തുടങ്ങി 6 വരെയുള്ള തിരുവചനങ്ങൾ മാത്രം ഒന്ന് വായിച്ച് നമ്മൾ ധ്യാനാത്മകമായി ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ വിജയത്തിൻ്റെ സോപാനങ്ങൾ നമുക്ക് കീഴടക്കാൻ പറ്റും. വിജയത്തിൻ്റെ പടവുകൾ നമുക്ക് ചവിട്ടിക്കയറാൻ പറ്റും. കാരണം അത്രയും വളരെ വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു തിരുവചനമാണത്. ദുഷ്ടരുടെ ഉപദേശം നമ്മൾ സ്വീകരിക്കരുത് പ്രിയമുള്ളവരെ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുന്നവൻ ഈ ലോകത്തിൽ എന്നേക്കുമായിട്ട് അവൻ തകർന്ന് തരിപ്പണമാകുമെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, ഇതാ നിൻ്റെ മുമ്പിൽ ഞാൻ ജീവനും മരണവും വെക്കുന്നു. ഇതാ നിൻ്റെ മുമ്പിൽ ഞാൻ ജീവനും മരണവും വെക്കുന്നു. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നമ്മുടെ മുമ്പിൽ വെച്ച് തരികയാണ് പ്രിയമുള്ളവരെ. ഡിസൈൻ ചെയ്യേണ്ടത് നമ്മളാണ്, തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ തിരുവചനം പറയുന്നത് ഇതാണ്, പരിഹാസരുടെ പീഠത്തിലിരിക്കരുത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഒരു പഴമൊഴിയുണ്ടല്ലോ, പണ്ട് കാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പഴമൊഴിയുണ്ടല്ലോ, മുല്ലപ്പൂവും പൊടിയേറ്റി കിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യമെന്ന്. പ്രിയമുള്ളവർ, നല്ലവരോടുകൂടെ നമ്മൾ നടക്കുമ്പോൾ, നല്ലവരിയ്ക്കുന്ന സ്ഥലത്ത് നമ്മളിരിക്കുമ്പോൾ, നല്ലവരോടൊപ്പം ഇരുന്ന് സഹവസിക്കുമ്പോഴാണ് അവൻ മേൽത്തരം വീഞ്ഞായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഭാഗ്യവാനായിട്ട് മാറുന്നത്. അല്ലാതെ ദുഷ്ടരുടെ പീഠത്തിലിരിക്കുന്നവനല്ല. അവൻ എന്നേക്കുമായി ദൈവവചനം പറയുന്ന ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ അവന് നരകമാണ് അവൻ്റെ ഏറ്റവും വലിയ സമ്മാനം. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കി ദൈവവചനം എന്ത് പറയുന്നത് അതനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റണം. തുടർന്ന് അവസാനത്തെ തിരുവചനം പറയുന്നത് എന്താണെന്ന് പ്രിയമുള്ളവരെ, ദുഷ്ടൻ്റെ നാശം അതിഭയാനകമായിരിക്കും, അവൻ്റെ അന്ത്യം നാശമായിരിക്കുമെന്നാണ് 6-ാം വചനം പറഞ്ഞു നിർത്തുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം മനുഷ്യനിന്ന് ജീവിക്കുന്നത് മരണം ഏറ്റുവാങ്ങിയാണ്. ഞാനൊരിക്കൽ ട്രിവാൻഡ്രത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് കൊടും ചൂടിൽ ഒരു വലിയ ബിൽഡിംഗ് പണിയുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ അതിഭയങ്കരമായ ചൂടാണ് ഈ പ്രത്യേകിച്ച് കേരളത്തിൽ. ആ ചൂടിൽ ഒരു സ്ഥലത്ത് ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയാണ്. കൊടും വെയിലത്ത് കിടന്ന് പാവപ്പെട്ടവർ കിടന്ന് പണിയുകയാണ്. ഗവൺമെൻറ് ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ പണിയാവുള്ളൂ, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ പണിയരുതെന്നുള്ള ഒരു ഓർഡർ ഇട്ടിരുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ ബസ്സിലിരുന്ന് കാണുക പ്രിയമുള്ളവരെ. കൊടും ചൂടിൽ കിടന്ന് ഒരു കുടുംബം പോറ്റാൻ വേണ്ടി അനേകം ജീവിതങ്ങൾ കഷ്ടപ്പെടുന്നു. എനിക്കൊത്തിരി വിഷമം തോന്നി ആ ഒരു കാര്യം കണ്ടപ്പോൾ. പക്ഷേ ഞാൻ അടുത്ത് ഒരു 3-4 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇടത് സൈഡിൽ ഞാനൊരു സംഭവം കാണുകയാണ്. തീപ്രാന്തം വെയിലെത്തുന്നു, നല്ല കൊടും ചൂടിൽ ബിവറേജ് കോർപ്പറേഷന് മുമ്പിൽ ക്യൂ നിൽക്കുന്നു. ഇവിടെ ജീവിക്കാൻ വേണ്ടി, ഒരു കുടുംബം പോറ്റാൻ വേണ്ടി വെയിൽ കൊള്ളുമ്പോൾ, അധ്വാനിക്കുമ്പോൾ, കഷ്ടപ്പെടുമ്പോൾ മരിക്കാൻ വേണ്ടി, വിഷം വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നു. തെരഞ്ഞെടുപ്പാണ് ഇവിടെ പ്രത്യേകത. നീ തിരഞ്ഞെടുത്തിരിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ, ജീവിതത്തിൽ വിജയം കണ്ടെത്താനാണോ, അതോ മരിക്കാനാണോ, മരണത്തിൽ കലാശിക്കാനാണോ? എൻ്റെ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 2 തുടങ്ങിയ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ 9 ഭാഗ്യവാന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ദൈവത്തിൻ്റെ വചനം.
9 ഭാഗ്യവാന്മാരെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ് നമ്മൾ അനുസരിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നതും നമ്മളെ ദൈവം സൃഷ്ടിച്ചതും. എന്തിനാ ദൈവം നമ്മളെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് വിട്ടത്? ദൈവം പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വഴിയെ പോണവർ പറയുന്നത് കേൾക്കാനോ അനുസരിക്കാനോ വേണ്ടിയിട്ടല്ല. ദൈവം പറയുന്നത് അനുസരിക്കണം. ദൈവം പറയുന്നത് അനുസരിക്കുന്നവനെ ഈ ലോകത്ത് വിജയമുള്ള പ്രിയമുള്ളവരെ. ഒരുപക്ഷെ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ, ഞാൻ ഒരിക്കൽ ഒരു റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ട് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ അന്ന് അവിടെ നിന്ന് ഒരു സഹോദരൻ പറയുകയായിരുന്നു, അദ്ദേഹം എഞ്ചിനീയറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ചോദിക്കും, നിനക്ക് നല്ല ഡിപ്ലോമയൊക്കെ ഇല്ലേ, നിനക്ക് പണം വേണ്ടേ, നിനക്ക് ജോലി ചെയ്തുകൂടെ, ഇത് ചെയ്താൽ വല്ലതും കിട്ടുമോ? ഏത് ഈ സുവിശേഷ പ്രഘോഷണം റെക്കോർഡ് ചെയ്ത് നീ മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടി ഇത്രയും സമയമൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് വല്ലതും കിട്ടുമോ? നിനക്ക് ജോലി ചെയ്ത് നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യാനുള്ള ഡിഗ്രി വിദ്യാഭ്യാസം നിനക്കുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ ഇതിൻ്റെ പുറകെ നടക്കണം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ നിങ്ങളുടെ പറയുകയാണ് പ്രിയമുള്ളവരെ. അനേകർക്ക് തോന്നും ഇത് പാഴ്വേലയാണെന്ന്, അനേകർക്ക് തോന്നും ഇത് കൂലിയില്ലാത്ത ജോലിയാണെന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഇതാണ്, ഇതിൻ്റെ കൂലിയുടെ അട്രാക്ഷൻ, ഇതിൻ്റെ കൂലിയുടെ ആ പ്രശോഭ, ഇതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ക്വാണ്ടിറ്റി ആർക്കും അറിയത്തില്ല. എൻ്റെ പ്രിയമുള്ളവരെ, തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. തിരഞ്ഞെടുക്കുമ്പോൾ നീ തിരഞ്ഞെടുപ്പാണ്. നീ വെക്കുന്നത് എവിടെയാണ് നിൻ്റെ കൈ ഇരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. നിൻ്റെ പാദം എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് ഓരോ പ്രഭാതത്തിനും നീ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നീ രാവിലെ എഴുന്നേൽക്കുന്നു, ദൈവം ദാനമായി തന്ന ജീവൻ നിനക്ക് അത് നീ സ്വീകരിച്ചുകൊണ്ട് നീ രാവിലെ ഇറങ്ങുന്നത് എങ്ങോട്ടാണ്? നിൻ്റെ കാലുകൊണ്ട് വയ്ക്കുന്ന സ്ഥലം ഏതാണ്? തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. നിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ അത് നന്മയ്ക്കായിട്ട് മാറാം, ഒരുപക്ഷെ തിന്മയ്ക്കായിട്ട് മാറാം. തിരഞ്ഞെടുക്കുന്നത് നീയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇതാ ജീവനും മരണവും നിൻ്റെ മുമ്പിൽ ഞാൻ വെക്കുന്നു. ഇതാ തണുപ്പും ചൂടും ഞാൻ നിൻ്റെ മുമ്പിൽ വെക്കുന്നു. ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം, നമ്മളെ ഈ ധ്യാനിപ്പിക്കാനൊക്കെ പോകുമ്പോൾ ഓരോ മനുഷ്യർ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് ചിരി തോന്നും. ദൈവത്തിൻ്റെ വചനം നിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി, നിൻ്റെ പ്രശ്നത്തിനെല്ലാം പരിഹാരമായി, നിൻ്റെ എല്ലാ വേദനകൾക്കും സങ്കടത്തിനും ആശ്വാസമായി ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ തിരുവചനം അവനത് തുറക്കത്തില്ല. അത് കൈകൊണ്ടെടുക്കുന്ന പ്രശ്നമില്ല. പിന്നെന്ത് പറയും? വല്ലവരും പറയുന്ന കാര്യങ്ങൾ കേൾക്കും. അവരെന്തുവ കേൾക്കും? നമ്മൾ 1-ാം സങ്കീർത്തനം 1-ാം വചനത്തിൽ പറയുന്നത് പോലെ ദുഷ്ടരുടെ ഉപദേശം അവർ സ്വീകരിക്കും. എന്നിട്ട് അവൻ കൊണ്ട് പരിഹാസരുടെ പീഠത്തിലിരിക്കും. പിന്നെ അവൻ പാപികളുടെ വഴികളിൽ വ്യാപരിക്കും. പിന്നെ അവനെ കൊണ്ടുപോയി വെക്കേണ്ട സ്ഥലത്ത് വെച്ചാൽ മതി. പ്രിയമുള്ളവരെ, വചനം കേൾക്കുമ്പോൾ വചനം പറഞ്ഞു തരുന്ന ഇതാണ്. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ ജീവനും പുനരുദ്ധാനവുമാണെന്ന്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമുക്ക് വേദനകളും നമുക്ക് പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ആരോടാണ് പറയുന്നത്? പ്രിയമുള്ളവരെ, നിന്നെ സൃഷ്ടിച്ച ദൈവത്തിനോടാണ് നീ പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും പാവപ്പെട്ട ഒരു വ്യക്തിയാണ്. എനിക്കറിയാം, ഞാൻ ഒത്തിരി ദാരിദ്ര്യത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. പക്ഷേ എനിക്കറിയാം, എനിക്ക് ഈ ലോകത്തിലെ എനിക്ക് ഒത്തിരി പറമ്പോ എനിക്ക് സ്ഥലമോ വിദ്യാഭ്യാസമോ എനിക്ക് ഒത്തിരി ഡിഗ്രി ഒന്നുമില്ല. പക്ഷെ എനിക്ക് എൻ്റെ ദൈവം തന്നു. നല്ലൊരു അപ്പച്ചനും അമ്മച്ചിയും എനിക്ക് തന്നു. ആ അപ്പച്ചനും അമ്മച്ചിയും എനിക്ക് ദൈവത്തിൻ്റെ കരം പിടിച്ചു തന്നു, ഞങ്ങൾക്ക് 4 പേർക്കും. അതുകൊണ്ട് എന്തുപറ്റി? ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ജീവിക്കുന്നു പ്രിയമുള്ളവരെ. ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നു. അല്ല, ഞങ്ങളുടെ അപ്പച്ചൻ ഒത്തിരി സാധനമൊന്നും ഉണ്ടാക്കി വെച്ച് തന്നിട്ടില്ല, നല്ല മണിമാളികയൊന്നും ഞങ്ങൾക്ക് വെച്ച് തന്നിട്ടില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നു. കാരണം എന്താണ്? നല്ലത് തിരഞ്ഞെടുക്കാൻ എൻ്റെ ദൈവം എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്ക് കൃപ കൊടുത്തു. ആ അപ്പനും അമ്മയും നല്ലത് തിരഞ്ഞെടുക്കാൻ ഞങ്ങളെ സഹായിച്ചു. അതുവഴി എന്തുപറ്റി? ഞങ്ങളിന്ന് ഈ ശുശ്രൂഷ മേഖലയിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ ജീവിക്കുന്നു പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മുടെ തിരഞ്ഞെടുപ്പാണ് നമ്മൾ നാശത്തിലേക്കാണോ പോകുന്നത്, ജീവനിലേക്കാണോ പോകുന്നതെന്ന് തീരുമാനിക്കുന്നത്.
അതുകൊണ്ട് നീ നാശം തിരഞ്ഞെടുത്തേച്ചും എൻ്റെ നാശത്തിന്, എൻ്റെ തകർച്ചയ്ക്ക് കാരണം അവനാണ്, അവളാണ്, ആ സ്ഥലമാണ്, ആ വ്യക്തിയാണ്, ഈ ഇന്ന സ്ഥാപനമാണെന്ന് പറയരുത്. ഇന്ന് നമ്മുടെ കൈകളിലുണ്ടല്ലോ നമ്മുടെ നാശത്തിന് ഉപയോഗിക്കാവുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങളൊന്ന് ഈ ഗ്രാമങ്ങളിലേക്കൊക്കെ ഒന്ന് കണ്ണോടിച്ചാൽ പറ്റും. നമ്മുടെ യുവതലമുറകളെല്ലാം ഇന്ന് മൊബൈൽ ഫോണുമായിട്ടിരിക്കുകയാണ്. എന്താണ് തിരഞ്ഞെടുത്തിരിക്കുന്നവൻ? വൈകുന്നേരം സന്ധ്യ അവൻ അടിക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലേണ്ട എൻ്റെ പ്രിയപ്പെട്ട മകനും മകളും എവിടെയാണെന്ന് പോലും മാതാപിതാക്കൾ തിരക്കുന്നില്ല. അവൻ മൊബൈൽ എടുത്തു വെച്ച് അവൻ വേറൊരു തിരഞ്ഞെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനുള്ള തിരഞ്ഞെടുപ്പ്? പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നത് എന്താണ്? നാശത്തിനുള്ള തിരഞ്ഞെടുപ്പാണ് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ തിരഞ്ഞെടുത്ത് ഞാൻ ആസ്വദിച്ച് ജീവിച്ചേച്ചും തകർച്ചകൾ വരുമ്പോൾ സൃഷ്ടാവിൻ്റെ നേരെ കൈ ചൂണ്ടുന്ന നമ്മുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് നിർത്തണം. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അത് ദൈവത്തോട് ചോദിക്കാനും ദൈവത്തോട് ആലോചന ചോദിക്കാനും ഒക്കെ നാം തയ്യാറാകണം. ഞാൻ എൻ്റെ കുഞ്ഞു ജീവിതത്തിൽ പറയുകയാണ് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യം ഉണ്ടായാലും എൻ്റെ കർത്താവിനോട് പറഞ്ഞിട്ടേ ഞാൻ വേറെ ഒരാളോട് പറയത്തുള്ളൂ. എൻ്റെ അപ്പനോട് പറയും, അപ്പം എനിക്ക് ഇന്നൊരു സാധനം വേണം, അപ്പം ഇന്ന സ്ഥലത്ത് എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ പോകണം. ഞാൻ ചോദിച്ചിട്ടേ എൻ്റെ അപ്പനോട് ചോദിച്ചിട്ടേ ഞാൻ വേറെ ഒരു വ്യക്തിയോട് ചോദിക്കത്തുള്ളൂ. പക്ഷേ എന്താണ് അതിൻ്റെ ഫലം എന്നറിയാമോ? അനുഗ്രഹദായകമായ തീരുമാനമെടുക്കാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളിലൂടെയൊക്കെ, എൻ്റെ പ്രിയപ്പെട്ട ഗുരുഭൂതരിലൂടെ, വൈദിക ശ്രേഷ്ഠരിലൂടെ, സമർപ്പിത സഹോദരികളിലൂടെയൊക്കെ എനിക്കതിനുള്ള സഹായം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തോട് ആലോചന ചോദിച്ച് ജീവിക്കേണ്ട നമ്മൾ, ദൈവത്തോട് ആലോചന ചോദിച്ച് തീരുമാനം കറക്റ്റ് ചെയ്യേണ്ട നമ്മൾ മറ്റ് പല വ്യക്തികളിലും ആശ്രയിക്കുന്നത് വഴി എന്തു പറ്റി? നമ്മൾ ചെന്ന് ചാടുന്നത് മരണത്തിൻ്റെ വഴിയിലാണ്. അതുകൊണ്ട് നമ്മൾ നശിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് മറ്റുള്ളവരല്ല, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിന്റെ തകർച്ചയ്ക്ക് കാരണം ദൈവമാണെന്ന് നീ പറയരുത്. കാരണം ദൈവം നിന്നെ കൊല്ലാനും തകർക്കാനും വേണ്ടിയിട്ടല്ലേ ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ മകനായി പ്രശോഭിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ ഈ ഭൂമിയിലേക്ക് തിരഞ്ഞെടുത്ത് വിട്ടത്. അതുകൊണ്ടാണ് വചനം പറയുന്നത് ഇതാണ്, ദൈവം നശിപ്പിക്കാനായിരുന്നുവെങ്കിൽ സൃഷ്ടിക്കത്തില്ലായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു തീരുമാനം ഇതാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത് ഒരു കാര്യമാണ്, കർത്താവേ, എൻ്റെ തിരഞ്ഞെടുപ്പ്, എൻ്റെ ചില കാര്യങ്ങളുടെ എടുത്തിയാട്ടം അത് നിനക്കിഷ്ടപ്പെട്ടതായിരുന്നു എന്ന് ചിന്തിക്കണം. അതുകൊണ്ട് ഈ സമയത്ത് നമ്മളൊരു ആത്മപരിശോധനയ്ക്ക് വിധേയമാകണം പ്രിയമുള്ളവരെ. എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളടുത്ത് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുകയാണ്. ദൈവത്തോട് ആലോചന ചോദിച്ച് നീ എങ്ങോട്ട് ഏത് തീയിലേക്ക് എടുത്ത് ചാടിയാലും നിൻ്റെ സഹായത്തിന് ദൈവം ഉണ്ടാവും. അതുകൊണ്ട് 91 സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ കാര്യം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തലയിൽ കഴിയുന്നവനും കർത്താവിനോട് സംഗീതം എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയും. ഇതൊരു പേഴ്സണൽ ഗോഡ് എക്സ്പീരിയൻസ് ആണ്. ഇതൊരു വ്യക്തിപരമായ ദൈവാനുഭവത്തിൽ നിന്ന് മാത്രമേ ഈ ഒരു കാര്യം പറയാൻ പറ്റത്തുള്ളൂ പ്രിയമുള്ളവരെ. അതുകൊണ്ട് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ, ശിഷ്ട ജീവിതകാലമെങ്കിലും നിന്നോട് ആലോചന ചോദിച്ചുകൊണ്ട് ജീവിക്കാനുള്ളൊരു കൃപ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ മിന്നുമായുന്ന സ്വപ്നങ്ങൾക്ക് പുറകെ ഒന്നും പരക്കം പാഞ്ഞോടാതെ നിൻ്റെ വചനത്തിൽ എന്തു പറയുന്നു, നീ എന്തു പറയുന്നു എൻ്റെ ജീവിതത്തെക്കുറിച്ച്, അതനുസരിച്ച് വ്യാപരിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയം ഞങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ കർത്താവെ. ഇതുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എടുത്തു ചാടി പല കാര്യങ്ങളിലും കൊണ്ട് കൈവച്ചിട്ടുണ്ട്, പല സ്ഥലത്തും ചെന്ന് വീണിട്ടുണ്ട് പിതാവേ. ഇനിയുള്ള ജീവിതത്തിലെങ്കിലും അങ്ങയോട് ആലോചന ചോദിച്ച് അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്താൻ കർത്താവെ കൃപ തരണമേ. ആ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒരു പക്ഷേ മറ്റുള്ളവനേക്കാൾ കുറഞ്ഞു പോയതായിട്ട് എനിക്ക് തോന്നാം. പക്ഷേ എൻ്റെ ദൈവമേ, ഇവിടെ ഞാൻ അനുഗ്രഹത്തിൻ്റെ പരമകോടിയിലേക്ക് ഉയരുകയാണെന്നുള്ള ബോധ്യവും എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, ഇനിയുള്ള ജീവിതത്തിൽ നിൻ്റെ തീരുമാനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവെ. തീരുമാനം നിൻ്റെ ഹിതത്തിനനുസരിച്ച് എടുക്കാനുള്ള അനുഗ്രഹവും അഭിഷേകവും തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവവചനത്തിന് ദൈവിക തീരുമാനങ്ങളോട് പൂർണ്ണമായി സഹകരിച്ച അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം
നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം.